ആപ്ലിക്കേഷൻ രീതി എന്ന് പറയുക ലൈസൻസിങ്ങിനുള്ള. അപ്പം ഈ KSIT അക്നോളജ്മെന്റിന്റെ കാലാവധി എന്ന് പറഞ്ഞാൽ KSIT അക്നോളജ്മെന്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന അന്ന് മുതൽ 3 വർഷക്കാലം, തുടർന്ന് ഒരു 6 മാസം നമുക്ക് ഗ്രേസ് പീരീഡും കൂടെ ചേർത്ത് 3.5 വർഷക്കാലത്തേക്ക് നമ്മൾക്ക് പഞ്ചായത്ത് ലൈസൻസിൽ നിന്ന് റിലാക്സ് ചെയ്ത് നിന്നുകൊണ്ട് ഈ KSIT അക്നോളജ്മെന്റ് കൊണ്ട് നമുക്ക് എല്ലാവിധ ലൈസൻസുകളും മേടിക്കാം എന്നുള്ളതാണ്. നമ്മുടെ സംരംഭത്തെ പ്രവർത്തിപ്പിക്കാവുന്നതുമാണ്. ഇനി ഇവിടെ മറ്റൊരു പാർട്ട് എന്ന് പറഞ്ഞാൽ KSIT അക്നോളജ്മെന്റിന് ഒരു CAF കോമൺ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. കോമൺ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സംരംഭം ഇവിടെ ഈ KSIT അക്നോളജ്മെന്റ് എടുക്കുമ്പോഴും നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ എല്ലാവരും യൂട്യൂബ് അല്ലെ മറ്റു കാര്യങ്ങളിലെല്ലാം കേട്ടിട്ട് കുറേ ചാനലോ ഏതെങ്കിലും കേട്ടിട്ട് പറയുന്നുണ്ട് KSIT എടുത്താൽ പിന്നെ യാതൊരുവിധ ലൈസൻസുകളും ആവശ്യമില്ല എന്ന ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു അറിവ് എല്ലാവരുടെയും മനസ്സിലുണ്ട്. പക്ഷെ അത് തെറ്റാണ്. KSIT രജിസ്ട്രേഷൻ എടുക്കുന്നത് ഒരു റിലാക്സേഷൻ മാത്രമാണ്. സെൻട്രൽ ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന നമ്മുടെ സംരംഭത്തിന് ആവശ്യമായ എല്ലാ ലൈസൻസുകളും നിങ്ങൾ കരസ്ഥമാക്കണമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ കുറിക്കേണ്ടതാണ്. നമ്മൾ പറഞ്ഞു KSIT രജിസ്ട്രേഷൻ എടുത്താൽ നമുക്ക് വിത്തൗട്ട് പെർമിറ്റോട് കൂടിയിട്ട് ബിൽഡിംഗ് വെക്കാം. പക്ഷെ അവിടെയും നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതിയോടുകൂടി അവരുടെ സെറ്റ് ബാക്കുകളെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ സർട്ടിഫിക്കേഷൻ എടുക്കേണ്ടത്. ഇനി ഇവിടെ KSIT സെക്കൻഡ് പാർട്ടുണ്ട് CAF എന്ന് പറഞ്ഞാൽ. CAF എന്ന് പറഞ്ഞാൽ ഒറ്റ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംരംഭങ്ങൾക്ക് ആവശ്യമായ എല്ലാ ലൈസൻസുകളും NOCകളും മേടിക്കാം എന്നുള്ളതാണ് KSIT രണ്ടാം ഭാഗത്തിൽ CAF എന്ന് പറഞ്ഞ പോർട്ടലിലേക്ക് വരുന്നത്. രണ്ടിനും ഒരേ പോർട്ടൽ തന്നെയാണ്. പറയുമ്പം KSIT രജിസ്ട്രേഷൻ ആണോ CAF ആണോ എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ രജിസ്ട്രേഷന് ശേഷം വരും. അപ്പോൾ നിങ്ങൾ CAFലേക്ക് പോയാൽ നിങ്ങൾക്ക് ആ ഒറ്റ ലോഗിനിൽ എല്ലാ ലൈസൻസുകളും ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് അതിനകത്ത് ഉണ്ടായിരിക്കുക. ഇനി അതിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ CAFലൂടെ നിങ്ങൾ ഒരു ലൈസൻസ് അപ്ലൈ ചെയ്യുന്നു. ലൈസൻസിന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇപ്പം നിങ്ങൾക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു ലൈസൻസ് ആയിരുന്നു അതിനകത്ത് വേണ്ടത്, NOC ആയിരുന്നു വേണ്ടത്, അതല്ലെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റിനുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു നിങ്ങൾ അതിൽ കൊടുത്തത്. നിങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഒരു അപേക്ഷ കിട്ടുമ്പോൾ എത്ര ദിവസം വരെ അത് വിത്ത്ഹെൽഡ് ചെയ്യാം, അല്ലെങ്കിൽ കയ്യിൽ വയ്ക്കാം, അല്ലെങ്കിൽ പ്രോസസ്സിങ്ങിനൊരു ടൈം ഉണ്ടാകും. ആ പ്രോസസ്സിങ് ടൈമിനുള്ളിലും നിങ്ങൾ എല്ലാ ഡോക്യുമെൻസും കൊടുത്തിട്ടും നിങ്ങളുടെ ഈ ലൈസൻസ് അപ്രൂവ് ചെയ്ത് കിട്ടുന്നില്ല എങ്കിൽ അത് ഡീംഡ് ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് തന്നിട്ടും നിങ്ങളുടെ ലൈസൻസ് കിട്ടാത്ത പക്ഷം നമ്മുടെ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡിലേക്ക് ഓട്ടോമാറ്റിക്കലി ഈ ആപ്ലിക്കേഷനെ ടേക്കപ്പ് ചെയ്തുകൊണ്ട് കളക്ടറുടെ ചേംബറിൽ അല്ലെങ്കിൽ കളക്ടറുടെ അധ്യക്ഷതയിൽ ഇതിന് തീരുമാനം ഉണ്ടാകുന്നതാണ്. അപ്പം അതാണ് CAFന്റെ ഒരു പ്രയോജനം എന്ന് പറയുക. അതാണ് ഇവിടെ സെൽഫ് സർട്ടിഫിക്കേഷൻ എന്ന ഒരു ഇതിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് നമ്മൾക്ക് ഈ കഴിഞ്ഞ 2025 ഓഗസ്റ്റിൽ നമ്മളുടെ വീണ്ടും പഞ്ചായത്ത് നിയമങ്ങളിൽ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതിനകത്ത് വന്നേക്കുന്ന പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, നിലവിൽ നമ്മൾക്ക് ഒരു 10 ലക്ഷം ഇൻവെസ്റ്റ്മെൻറ്റിൽ രൂപയിൽ താഴെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത് വൈറ്റ് ഗ്രീന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നമ്മുടെ ഓരോ ഇൻഡസ്ട്രിയും പൊല്യൂഷൻ്റെ കാറ്റഗറൈസേഷൻ പ്രകാരം വൈറ്റ് ഗ്രീൻ ഓറഞ്ച് ആ ഒരു റെഡ് കാറ്റഗറിയിലേക്ക് പോകുന്നുണ്ട്. അതുപ്രകാരം നമ്മളെ തിരിക്കുമ്പോൾ വൈറ്റ് ഗ്രീൻ കാറ്റഗറിയിൽപ്പെട്ട സംരംഭങ്ങൾക്ക് വീട്ടിൽ തുടങ്ങാമെന്നും അതുപോലെ തന്നെ അവരെ നാനോ ഹൗസ് ഹോൾഡ് യൂണിറ്റ്സ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. വീട്ടിലെ പ്രമിസസ് അല്ലെങ്കിൽ വീട്ടിലെ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലെ ആളുകൾ ചേർന്നുകൊണ്ട് വീട്ടിലെ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് ഒരു സംരംഭം ചെയ്യുക. അത്തരം സംരംഭങ്ങൾക്ക് ലൈസൻസ് വേണ്ട എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അതിൽ ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ട് വീട്ടിലും നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ 50% വരെ നമ്മൾക്ക് ഏതോ ഒരു തരത്തിലുള്ള ഇൻഡസ്ട്രികളും പ്രത്യേകിച്ച് വൈറ്റ് ഗ്രീൻ കാറ്റഗറിയിലുള്ള ഇൻഡസ്ട്രി തുടങ്ങാം. അങ്ങനെ തുടങ്ങിയാലും അവർക്ക് അവിടെ ലൈസൻസ് കൊടുക്കാം എന്നുള്ളൊരു നിയമം ഏറ്റവും അടുത്ത കാലത്തായിട്ട് നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു വീടാണ്, നമുക്കറിയാമല്ലോ, നമ്മുടെ ഒരു വീട്ടിലേക്ക് ലൈസൻസിനായി പഞ്ചായത്തിൽ ചെന്നാൽ അവരെന്താ പറയുക? ആരെങ്കിലും പോയിട്ടുണ്ടോ പഞ്ചായത്തിലെ വീട്ടിൽ ഒരു സംരംഭം ഞാൻ തുടങ്ങുകയാണ്, എനിക്ക് ലൈസൻസ് വേണമെന്നും പറഞ്ഞ് പഞ്ചായത്തിൽ പോയവരുണ്ടോ? റെസിഡൻഷ്യൽ ആണെന്ന് പറയും അല്ലേ? നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഞങ്ങൾ എങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് ലൈസൻസ് തരുന്നത്? ആ ചോദ്യത്തിനുള്ളൊരു മറുപടി എന്ന വണ്ണമാണ് ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ 50% വരെയും
നമുക്ക് ഇൻഡസ്ട്രിക്ക് വേണ്ടി ഉപയോഗിക്കാം. അവിടെ രജിസ്ട്രേഷൻ വൈറ്റ് ഗ്രീൻ കാറ്റഗറി ആണെങ്കിൽ രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് നമുക്ക് പോകാം. അല്ലാത്ത സംരംഭങ്ങളാണെങ്കിൽ ലൈസൻസ് എടുത്തിട്ടും ലൈസൻസ് തരണമെന്നാണ് പുതിയ പഞ്ചായത്ത് നിയമങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ ഉപയോഗയോഗ്യമല്ലാതെ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്നില്ല, പൂട്ടിക്കിടക്കുന്ന ഒരു വീടാണെങ്കിൽ ആ വീടിൻ്റെ പൂർണ്ണമായും നമ്മുടെ ഇൻഡസ്ട്രിക്ക് വേണ്ടി ഉപയോഗിക്കാം. അവിടെ ലൈസൻസ് കൊടുക്കണം എന്നുള്ളതാണ് പുതിയ നിയമമായി വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലെല്ലാം ഒരു മാറ്റങ്ങൾ വന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എങ്ങും കാണാത്ത വിധത്തിൽ നമ്മളെപ്പോഴും പറയുന്നതാണ് നമ്മുടെ കേരളം ഒരിക്കലൊരു ഇൻഡസ്ട്രി സൗഹൃദമല്ല എന്നുള്ള ഒരു ദുഷ്പേര് നമുക്കുണ്ട്. ബാക്കി എല്ലാ കാര്യത്തിലും നമ്മൾ മുൻപന്തിയിൽ നിൽക്കുമ്പോഴും ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുമ്പോഴും നമുക്കുള്ളൊരു ദുഷ്പേരാണ് നമുക്ക് ഒരിക്കലും ഒരു ഇൻഡസ്ട്രിയൽ സൗഹൃദമല്ല എന്നുള്ളത്. പക്ഷേ നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ ഒരു പരിമിതികൾ, അതായത് മറ്റെങ്ങും ഇല്ലാത്തൊരു ഡെൻസിറ്റി പോപ്പുലേഷൻ, തൊട്ടടുത്തടുത്ത് വീടുകൾ. നമ്മൾ നോർത്തിലൊക്കെ പോകുമ്പോൾ വീടിന് അവർ കുറച്ച് പ്രാധാന്യവും അവരുടെ തൊഴിലിടങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യവും കൊടുക്കുന്ന ഒരു ഇതാണ്. പക്ഷെ നമ്മുടെ നാട്ടിലോ നമ്മുടെ ഒരാളാണ് അല്ലെ രണ്ടുപേരാണ് അവിടെ ഉള്ളതെങ്കിലും നമ്മൾ ഏറ്റവും വലിയ ആ നാട്ടിലെ ഏറ്റവും വലിയൊരു വീട് വേണമെന്നുള്ള ഒരു പക്ഷക്കാരാണ് നമ്മളെല്ലാവരും, ഒരാളല്ല എല്ലാവരും. അപ്പം അങ്ങനെയെല്ലാം നോക്കിക്കൊണ്ട് നമ്മുടെ ഭൂപ്രകൃതിയും വ്യത്യാസമാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ഇൻഡസ്ട്രികളെ കൊണ്ടുവരാനായിട്ട് പറ്റാത്തത്. കൂടാതെ ഇപ്പം മുന്നേ ഒത്തിരി പേരും പറഞ്ഞതാണ് നമ്മുടെ അയൽക്കാരുടെ ഒരിത്. ഞാനിപ്പം എൻ്റെ സഹപ്രവർത്തകൻ പറഞ്ഞ പോലെ ഒരു ഇൻഡസ്ട്രി വന്നാൽ അതിനെ എങ്ങനെ പൂട്ടാം എന്നുള്ളതാണ് ആളുകളുടെ ഏറ്റവും. അവരിതിങ്ങനെ അതിനെ റിസർച്ച് ചെയ്ത്, എന്നാൽ ആ റിസർച്ച് ചെയ്യുന്ന സമയം അവരവരുടെ ജോലിക്കോ അവരുടെ കുടുംബത്തിനോ വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ എനിക്കറിയാവുന്ന ഒരു വ്യക്തിയാണ്. അയാളുടെ വൈഫ് വിദേശത്താണ്. കുറേ സ്ഥലം വിറ്റ് പോക്കറ്റിൽ കാശ് വിട്ടുകൊണ്ട് കിടന്ന് അവിടെ വന്നേക്കണ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാശ് പോക്കറ്റിൽ കിടക്കുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു ഇതും കൂടെയാണ്. അപ്പം ആളുകളുടെ മനോഭാവത്തിലും കുറച്ച് വ്യത്യാസം വന്നെങ്കിലാണ് നമ്മുടെ നാട്ടിൽ ഇൻഡസ്ട്രി വരികയുള്ളൂ. അത് നമ്മളൊരു കണക്കാക്കണം. അപ്പം നമ്മൾ എപ്പോൾ സംരംഭം തുടങ്ങുമ്പോഴും അതുമെല്ലാം കുറച്ച് കണക്കാക്കേണ്ട കാര്യങ്ങളാണ്. അതെല്ലാം കാലക്രമേണ നമുക്ക് ആളുകളിലേക്ക് അത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഞാനിവിടെ പറഞ്ഞ കാര്യം തന്നെയാണ് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ്. ഇവിടെ CIF വെച്ചാൽ നിങ്ങൾക്ക് ആ CIF-ൽ വരുന്ന ആപ്ലിക്കേഷൻസിൽ പെൻഡിങ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡിലേക്ക് വെക്കും. ഇപ്പം ഇവിടെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞു. പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളുണ്ട്. അതുപോലെ തന്നെ SDF എന്ന് പറഞ്ഞു. 5 ഏക്കറിൽ വരെയുള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾ ഒരു SDF ഒരു ഫാക്ടറി വരും. അപ്പം ആ ഫാക്ടറിക്കുള്ള ലൈസൻസുകളോ പെർമിറ്റുകൾക്കോ പ്രത്യേകിച്ച് പുറത്തു പോകേണ്ടതില്ല. നമ്മുടെ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ലൈസൻസുകൾ അവിടെ തരുന്നത്. വേഗം തീർക്കും. അപ്പം അതാണ്. അപ്പം അങ്ങനെ ഒരു ഇതും നമ്മുടെ സംരംഭകരെ സഹായിക്കുവാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം നിങ്ങളുടെ മുന്നിലുണ്ടെന്ന് ഓർക്കുക. അതുപോലെ തന്നെയാണ് ഗ്രീവൻസ് റിഡ്രസൽ സെല്ല്. നമുക്ക് ഇതിലൊരു സിംഗിൾ വിൻഡോയിൽ വരുന്നൊരു ഇതല്ല. നമുക്ക് ഒരു 10 കോടി വരെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു യൂണിറ്റ് ആണെങ്കിൽ നമ്മൾ ജില്ലയിലെ റിഡ്രസൽ സെല്ലിൽ നിങ്ങളുടെ ആ ഗ്രീവൻസിനെ പരിഹരിക്കാനായിട്ട് പറ്റും. അതിന് മേളിലേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയിൽ നിങ്ങളെ പരിഗണിച്ച് നിങ്ങളുടെ ഇവിടെ അനുഭവസ്ഥർ ഇവിടെ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സിംഗിൾ വിൻഡോയിലും ഗ്രീവൻസിലും വന്ന് ഒത്തിരി പരാതികൾ പരിഹരിച്ച് നമുക്ക് പെർമിറ്റും കാര്യങ്ങളും എല്ലാം വന്ന് ലഭിച്ചിട്ടുള്ള, അങ്ങനെ എപ്പോഴും ഏറ്റവും ഇപ്പം നിലവിലുള്ള ഒരു സംരംഭകർക്ക് വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം നമ്മുടെ കേരളത്തിൽ ഉണ്ട്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ ഉണ്ട് എന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ സംരംഭകർ മാർക്കറ്റ് ഫെസിലിറ്റി കൊടുക്കാനായിട്ട് നമ്മൾ ഇൻഡസ്ട്രിയൽ എക്സിബിഷൻസ് നടത്താറുണ്ട്. കൂടാതെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും മെഷീനറി എക്സ്പോകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. മെഷീനറി എക്സ്പോ നടത്തുമ്പോൾ അവിടെ വളരെ ചെറുതൽ മുതൽ വലിയ മെഷീനറികൾ വരെ എക്സിബിഷൻ നടത്തുന്നുണ്ട്. സംരംഭകർക്ക് മെഷീനറികൾ നേരിട്ട് കണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനുള്ളൊരു പ്രവർത്തനം കണ്ട് അവർക്ക് ആ മെഷീനറികൾ പരിചയപ്പെടാനുള്ളൊരു അവസരമാണ്. അതുപോലെ തന്നെയാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ DADP അതുപോലെ തന്നെ എസ്റ്റേറ്റുകൾ നമുക്കുണ്ട്. പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ നമ്മളിപ്പം രജിസ്റ്റർ ചെയ്തു വരുന്നുണ്ട്. തന്നെ വിവിധ ട്രെയിനിങ് പ്രോഗ്രാംസ്. ഇവിടെ ആളുകൾ പറഞ്ഞൊരു കാര്യമാണ്, ഇതൊന്നും ആളുകളിലേക്ക് എത്തുന്നില്ല എന്ന്. എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാംസാണ് ഇവിടെ ഈ ട്രെയിനിങ് പ്രോഗ്രാംസ്. EDP 20 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഒരു സംരംഭം എവിടെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്നതുവരെയുള്ള ക്ലാസ്സുകളാണ് 20 ദിവസത്തെ ട്രെയിനിങ്ങിൽ നമ്മൾ നടത്തുന്നത്. TMDP 2 ദിവസത്തെ 20 ദിവസത്തെ ടെക്നോളജി മാനേജ്മെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നുള്ളൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ
ഐറ്റത്തെ ബേസ്ഡ് ചെയ്തുള്ള ഒരു ട്രെയിനിങ് ആയിരിക്കാം. 15 ദിവസമാണ് EDP നടത്തുന്നത്. ഒരു ടെക്നോളജി ക്ലിനിക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മാറ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് 1 ഡേ പ്രോഗ്രാമാണ്, ഡെമോ ഉൾപ്പെടെ നമുക്കൊരു ടെക്നോളജി ക്ലിനിക്ക് നമുക്കുണ്ട്. കൂടാതെ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കൂടെ ഇടപെട്ടുകൊണ്ട് നമ്മുടെ റാമ്പ്, റേസിംഗ് ആൻഡ് ആക്സിലറേറ്റിംഗ് MSME പെർഫോമൻസ് എന്ന ഒരു പദ്ധതി സെൻട്രൽ ഗവൺമെൻറ്റും കൂടെ സ്പോൺസർ ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് കൂടെ കൂടിക്കൊണ്ട് നടത്തുന്നു. അവിടുത്തെ ലക്ഷ്യം MSME ക്ലിനിക്കുകൾ നടത്തുന്നു. MSME ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ രോഗങ്ങളെ ദൂരീകരിക്കാനുള്ള ഇടമാണ്. MSMEകൾക്ക് വരുന്ന പ്രശ്നങ്ങളെ ദൂരീകരിക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ എക്സ്പോർട്ട് വർക്ക്ഷോപ്പ്, എക്സ്പോർട്ട് സംബന്ധമായി നിങ്ങൾക്കുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ, അതുപോലെ തന്നെ ബാങ്കേഴ്സ് മീറ്റ്, നിങ്ങൾക്ക് സംരംഭത്തിന് ഏറ്റവും ആവശ്യമായ ഒരു ഘടകമാണ് ഫിനാൻസ് എന്ന് പറയുന്നത്. ആ ഫിനാൻസ് നിങ്ങൾക്ക് എത്തിച്ചു തരുവാനായിട്ട് നിങ്ങളെയും ബാങ്കിനെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾക്കുള്ള ഹെൽപ്പ് ചെയ്യാനാണ് ബാങ്കേഴ്സ് മീറ്റ് നടത്തുന്നത്. അങ്ങനെയെല്ലാം കുറേ അനവധി കാര്യങ്ങൾ നമ്മൾ നിലവിൽ ചെയ്യുന്നുണ്ട് എന്ന് മാത്രം അറിഞ്ഞുകൊണ്ട് നമ്മുടെ സമയം ഇവിടെ ചുരുക്കമാണ്. അതുകൊണ്ട് ഞാൻ വേഗം പറഞ്ഞ്, അപ്പോൾ എന്നിരുന്നാലും നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ സ്റ്റേറ്റിലെ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡയറക്ടറേറ്റ്, ദെൻ എല്ലാ ജില്ലകളിലും നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻ്ററുകളുണ്ട്. അതായത് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻ്ററിൻ്റെ കീഴിൽ വരുന്ന എല്ലാ താലൂക്കുകളിലും ഓരോ താലൂക്ക് വ്യവസായ ഓഫീസ്, അതിൻ്റെ കീഴിൽ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസേഴ്സ് എല്ലാവരും ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും വ്യവസായവുമായി നിങ്ങൾക്കുണ്ടാകുന്ന ഏതോ ഒരു പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ ഇവരിൽ ആരെയെങ്കിലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചുരുങ്ങിയ സമയത്തിന് ഞാൻ ചേംബർ ഓഫ് കൊമേഴ്സ് നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. അപ്പം എല്ലാവർക്കും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കുറച്ചുകൂടെ നല്ല ലെവലിലേക്ക് ഉയരാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ജില്ലാ വ്യവസായ കേന്ദ്ര എറണാകുളത്തിന് വേണ്ടി ആശംസകളും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു.